ഈ കാലഘട്ടത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സാർവദേശീയ തലത്തിലുള്ള തീവ്ര വലതുപക്ഷ നിലപാടുകൾ അതിൻ്റെ ഭാഗമായി ട്രംപിനോടൊപ്പം ചേർന്ന് നരേന്ദ്രമോദി നടപ്പിലാക്കുന്ന കോർപ്പറേറ്റ് താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചും ഹിന്ദുത്വ രാജ്യം സൃഷ്ടിക്കാൻ വേണ്ടിയും അമിതാധികാര വാഴ്ചയുടെ ഫാസിസ്റ്റ് സമീപനങ്ങളിലൂടെ ഇന്ത്യയെ തകർക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമത്തെ പ്രതിരോധിക്കുക എന്നുള്ളത് തന്നെയാണ് പാർട്ടിയുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയായി പാർട്ടി കോൺഗ്രസ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിനെതിരായി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഐക്യവും CPIM-ന്റെ സ്വതന്ത്രമായ ശക്തി പ്രാപിക്കലും അതിവിപുലമായ രീതിയിലുള്ള മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ജനകീയ പ്രസ്ഥാനങ്ങളുടെ ഐക്യവും ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് തലത്തിലുള്ള ഐക്യം മാത്രമല്ല, ജനകീയ പ്രശ്നങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയ വലിയ പോരാട്ടങ്ങളും സമരങ്ങളും സംഘടിപ്പിക്കണം, അതിനുള്ള ഐക്യനിര സൃഷ്ടിക്കണം എന്നതാണ് പാർട്ടി കോൺഗ്രസിൻ്റെ രത്ന ചുരുക്കമായിട്ട് മുന്നോട്ടേക്ക് വെച്ച ഉള്ളടക്കം. അതിനാവശ്യമായ രീതിയിലുള്ള സംഘടനാ കരുത്ത് ദേശവ്യാപകമായിട്ട് തന്നെ സ്വരൂപിക്കാൻ സാധിക്കത്തക്ക രീതിയിൽ പാർട്ടിയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ കഴിയത്തക്ക രീതിയിലുള്ള നിലപാടുകൾ സംഘടനാപരമായിട്ട് കൈകാര്യം ചെയ്യണമെന്നും ഈ വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടിനോടൊപ്പം പാർട്ടി കാണുകയുണ്ട്. പാർട്ടി കോൺഗ്രസിന് ശേഷം ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നം ആഗോളവൽക്കരണ കാലഘട്ടത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ കാര്യമെന്ന് അവർ തന്നെ പറഞ്ഞിരുന്നത് ഏതാണ്ട് തീരുവകളുടെ ഏകീകരണമായിരുന്നു. ഗ്ലോബൽ വില്ലേജ്, എവിടെയും പോകാം, എവിടെയും കൂടുകൂട്ടാം, അവിടെയൊന്നും ചരക്ക് കൈമാറ്റത്തിനുൾപ്പെടെ കടമ്പകൾ സൃഷ്ടിക്കാൻ ഒരു രാജ്യത്തിനും അവകാശമില്ല. ഇതായിരുന്നു ആഗോളവൽക്കരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമീപനം. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അധികാരത്തിൽ വന്നതോടുകൂടി ചിത്രമാകെ മാറുകയാണ്. ഒരു വ്യാപാര യുദ്ധത്തിലേക്ക് കടക്കുന്നു എന്നാണ് മാധ്യമ ശൃംഖലയിലെ നിരവധി ഭീമന്മാരിപ്പോൾ ലോകവ്യാപകമായിട്ട് വിശദീകരിച്ചത്. ഇതിൻ്റെ ഭാഗമായി തീരുവയിലുള്ള വർധനവ് മാത്രമല്ല, നമുക്കറിയുന്നത് പോലെ ഇപ്പോൾ പുതിയ പുതിയ പദങ്ങൾ വ്യാപാര മേഖലയിലുള്ള ചുങ്കം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതായിരുന്നു ആദ്യമൊക്കെയുള്ള പരാതിയെങ്കിൽ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ രീതി പകരം തീരുവ ഉൾപ്പെടെ പ്രഖ്യാപിച്ചുകൊണ്ട് 125% വരെ പകരം തീരുവ പ്രഖ്യാപിക്കാൻ, അത് ചൈനയിലാവുമ്പോൾ 145% വരെ പകരം ഇപ്പോൾ തീരുവ പ്രഖ്യാപിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് അല്പം സാവകാശം ചൈനയെ ഒഴിച്ചുള്ള രാജ്യങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്ന ഗൗരവതരമായ പ്രശ്നമായിട്ട് മാറിയിട്ടും വ്യാപാര യുദ്ധത്തിലേക്ക്
നീങ്ങുന്ന ട്രംപിൻ്റെ ഈ തീവ്ര വലതുപക്ഷ നിലപാടിനെതിരായി ഇന്ത്യൻ ഭരണവർഗത്തിന്, പ്രത്യേകിച്ച് നരേന്ദ്രമോദിക്ക്, ഒരക്ഷരം പോലും മറുപടി പറയാനാവാത്ത വിധേയത്വം അത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തന്നെ തകർക്കുന്ന തരത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരുൾപ്പെടെ ഇപ്പോഴും ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന ഇത്തരം സാമ്പത്തിക നയങ്ങൾക്കെതിരായി ലോകത്ത് പുതിയ അണിചേരലുണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള നിലപാടുകൾക്കെതിരായി പരസ്യമായി രംഗത്ത് വന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത്. അപ്പോഴും നരേന്ദ്രമോദി ഇതിനെതിരായിട്ട് ഒരു അക്ഷരം പറയാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ് വളരെ ഗൗരവമുള്ള മറ്റൊരു പ്രശ്നം.